of the one who pulls all strings, the prototype. ഓ ഗൈസ്, പിന്നെ ചാപ്റ്റർ 5 ട്രെയിലറിനുണ്ടല്ലോ നമ്മുടെ പ്രോട്ടോടൈപ്പിനെ ശരിക്കും ഒന്ന് കാണിച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഫുള്ളായിട്ട് കാണിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ ചാപ്റ്റർ 5 നമ്മൾ എന്തായാലും പ്രോട്ടോടൈപ്പായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോടൈപ്പിനെ എന്തായാലും നമ്മൾ കാണുകയും ചെയ്യും ഗൈസ്. നമ്മൾ ജസ്റ്റ് പ്രോട്ടോടൈപ്പിന്റെ കൈ മാത്രമേ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ചാപ്റ്റർ 3 കാറ്റ്നാപ്പിനൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ കുത്തി കൊന്നതൊക്കെ പ്രോട്ടോടൈപ്പിന്റെ കൈയൊക്കെ വന്നിട്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ചാപ്റ്റർ 5 മേ ബി നമ്മൾ പ്രോട്ടോടൈപ്പിനെ കാണുമായിരിക്കും, എനിക്കറിയില്ല. തുടങ്ങി ഗൈസ്, തുടങ്ങി. എന്താണ് ഇതേതാണ് ഗൈസ്? ഇതേ പാവയാണ്, പുതിയ പാവയാട്ടോ, ഗൈസ്, പുതിയ പാവയാണ്. ഇതേതാണ്? ഓ മൈ ഗോഡ് ഗൈസ്, ഇത്തവണ ഗെയിമിൽ ഈ പാവകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മളെ അടിക്കാനൊക്കെ ആയിട്ട്. Now you are wrong side out ആ ഗൈസ്. എന്തൊക്കെയോ പറയണ്ട, അത് ഏത് പാവയാണെന്ന് അറിയാൻ പാടില്ല. ഇത് ഏത് പാവയാണ്? ഓ ഗൈസ്, എന്തോ പേര് കാണിച്ചു, ഞാൻ കണ്ടില്ല. ഇല്ല പേര് കാണിച്ചിട്ടില്ല കേട്ടോ ഏത് പാവയാന്ന്. Find that wrong side just within. Yo guys, എന്തൊക്കെയോ അവിടെ മുറിച്ചോണ്ടൊക്കെ ഇരിക്കണ്ട കേട്ടാ. അറിയാലോ ഗൈസ്, നമ്മുടെ പ്ലേടൈപ്പ് ഫാക്ടറിയിലുണ്ടല്ലോ ഗൈസ്. ഓ ഡൂഡിൽ ബോൺസ് എന്നാണ് ഇതിന്റെ പേര്. ബിൻഡിൽ ബൂഗി. ഓക്കെ, ഡൂഡിൽ ബോൺസ്, ബിൻഡിൽ ബൂഗി, രണ്ട് പാവകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗൈസ് പ്രോട്ടോടൈപ്പിന്റെ കയ്യാണോ അത്? അറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ ഗൈസ്, പ്ലേടൈപ്പ് ഫാക്ടറിയിലുണ്ടല്ലോ സയന്റിസ്റ്റുകള് കുട്ടികളെ ഉണ്ടല്ലോ ഓരോ പരീക്ഷണം ചെയ്താണ് ഇതുപോലത്തെ ഡോൾസ് ആക്കി മാറ്റിയത്, ജീവനുള്ള. എനിക്കറിയാൻ പാടില്ല ഗൈസ് ഇത് എന്ത് സംഭവിക്കുന്നത്. റോങ് സൈഡ് അറിയാൻ പാടില്ല. എന്താന്ന്? ഇതെന്താ? ഓ ഗൈസ്, എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഇത് സീനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ ചാപ്റ്റർ 4 3യുടെ അത്ര വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചാപ്റ്റർ 5 വീണ്ടും കുറച്ചുകൂടെ സീനാക്കാൻ ചാൻസ് ഉണ്ട്. തുടങ്ങിയിട്ടുണ്ട്. ഓ ഞാൻ പറഞ്ഞില്ലേ, ഹഗ്ഗി വക്കി വന്നു. നമ്മുടെ ചാപ്റ്റർ 4ന്റെ എൻഡാണിത്. ഹഗ്ഗി വക്കി ഇത് പൊളിച്ച് ഇങ്ങോട്ട് അകത്തിട്ട് വരും. ഓ ഗൈസ്, ഹഗ്ഗി വക്കി ഇത് പൊളിച്ച് ഇങ്ങോട്ട് വരുമോ? ഓ ഗൈസ്, നമ്മളിവിടുത്തെ ഓടണമെന്ന് തോന്നുന്നു. ഹഗ്ഗി വക്കി ഇവിടെയുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, എടാ അയ്യോ ഗൈസ്, ഹഗ്ഗി വക്കി ശരിക്കും ഇങ്ങോട്ട് വരികയാണോ? നമ്മളെന്താ ചെയ്യാ ഗൈസ്? നമ്മളെന്താ? ഓ ഡോർ ഓപ്പൺ ഹഗ്ഗി വക്കി നമ്മുടെ പുറകെയിട്ട്. അമ്പോ ഗൈസ്, ഹഗ്ഗി വക്കി നമ്മുടെ പുറകെയിട്ടാ. ഈ വഴിയാണോ? ഓ ഗൈസ്, ജമ്പ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. അയ്യോ ഗൈസ്, ഹഗ്ഗി വക്കി നമ്മുടെ പുറകെയിട്ട്. പോടാ ഗൈസ്, ഹഗ്ഗി വക്കി. ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് വരുമോ? ഇല്ല, ഈ വഴി വരാൻ പറ്റില്ല കേട്ടോ ഹഗ്ഗി വക്കിക്ക്. എടാ ഈ വഴിയല്ലേ പോണ്ടേ? നമ്മൾ വേറെ ഇതിന്റെ മെയിലിട്ട് ചാടിയാണ് പോണ്ടേ? അല്ല, ഇത് കേൾക്കണ വേറെ വഴിയുണ്ട് ഗൈസ്. ഇത് കേൾക്കണ കുരിച്ച് നമ്മൾ പോണം ഗൈസ്. ഹഗ്ഗി വക്കി ഞാൻ പറഞ്ഞില്ലടാ, ചിലപ്പോ ഹഗ്ഗി വക്കിയുടെ അതിനകത്ത് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്ന്. ഹഗ്ഗി വക്കി തന്നെയാണ് നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നത്. പുറകെ വരണ്ട. ഓ ഗൈസ്, താഴത്തേക്കണേ. അയ്യോ താഴെ ഞാൻ പൊളിച്ചാടി. അമ്പോ ഹഗ്ഗി വക്കി. അയ്യോ ഗൈസ്, ഇതെന്താ ഗൈസ്? ഇതിനകത്ത് നമ്മള് മുട്ടെടുത്തെന്നാണ് എനിക്ക് തോന്നണേ. അമ്പോ ഗൈസ്, ഇതെന്താ? ഇവിടെ എന്താ ചെയ്യണല്ലോ ഗൈസ്? നമ്മളിവിടെ എന്താ ചെയ്യണം? പ്രസ് ടു ഡാമേജ് സ്ട്രക്ചറാ. ഇത് നമുക്ക് എന്താണ് ഗൈസ്? ഡാമേജ് സ്ട്രക്ചറാ. നമുക്ക് ഇവിടെ എന്തോ പൊളിക്കണമെന്ന് തോന്നണല്ലോ. എനിക്കറിയില്ല എന്താ പറഞ്ഞാർന്നേ. അയ്യോ ഞാനൊന്നും കണ്ടില്ല ഗൈസ്. ഓ ഇത് നമ്മൾ പൊളിക്കണം. പിടിച്ചടാ, നോബഡി ലീവ്സ് ഗൈസ്. അവിടെ നമ്മൾ എന്തോ ചെയ്യണത് എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല കേട്ടാ. ഒന്നോട്ട് നോക്കാം. ഞാനൊക്കെ ടെൻഷനായി പോയി ഗൈസ് ഹഗ്ഗി വഗ്ഗിനെ കണ്ടപ്പോഴത്തേക്കും. കാരണം നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റിന്റെ അവസാനത്തെ സീൻ നിങ്ങൾ ഓർമ്മയില്ലേ? അതുപോലെ തന്നെ കേൾക്കോ. ഇത്തവണ നമ്മൾ കറക്റ്റ് ആയിട്ട് കളിക്കണം. ടെൻഷനായി. അതുകൊണ്ടാണ് ടെൻഷനായി. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. ഹഗ്ഗി വഗ്ഗി നേരെ താഴെയുണ്ട് കേട്ടോ. നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നണേ. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് കൊണ്ട് നമ്മൾ താഴെ കിടന്ന്. അമ്പോ ഗൈസ്, ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടണം. കുഴപ്പമില്ല.
നമ്മൾ പെടരുത് കേട്ടാ ഗൈസ്. ഇവിടെ നമ്മൾ ഇതങ്ങ് വാടാ. ഓ ഗൈസ് ഇത് ഞാൻ പൊളിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ പൊളിച്ചിട്ട് എന്നിട്ട് ഇപ്പുറം പിടിക്കേക്കണം നമ്മൾ എസ്കേപ്പ് ആവണം. ഓക്കെ മനസ്സിലായി. പൊളിക്കണം ഗൈസ്. ഇതെന്താണ് ഇത് പൊളിയാത്ത? വലിക്ക്. ഞാനിത് വലിച്ചപ്പോഴത്തേക്ക് എന്നെ വന്ന് പിടിച്ചല്ല. ഹഗ്ഗി അത് പരിപാടിയാണ്. പൊളിച്ചോ. യെസ് ഗൈസ്, ഇനി ഈ വഴി നമ്മൾ പോകണം. അത്രയുള്ളൂ. ഹഗ്ഗി നമ്മുടെ പുറകെയിട്ട്. ഈ വഴി. ചാപ്റ്റർ 1 ചെയ്ത സീൻ പോലെ തന്നെ. അയ്യോ നമ്മുടെ തൊട്ട് പുറകെയുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ചെയ്യണല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്. ഓയോ അമ്പോ തൊട്ട് പുറകെയുണ്ട്. ഇത് വഴിയാ. അയ്യോ എനിക്ക് ഏത് വഴിയൊന്നും മനസ്സിലായില്ല. അവനാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡിലാണ് നമ്മളൊന്ന് പിടിക്കണത്. ഇത് ഭയങ്കര സീനല്ല. തുടക്കം തന്നെ ഇച്ചിരി പാടാണ് ഗൈസ്. പക്ഷെ വിഷയമല്ലാട്ടോ, നമുക്കിനി ശ്രദ്ധിച്ച് കളിക്കണം ഗൈസ്. പനി ആയതിന്റെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ആയിരിക്കൂല. ഇവിടെ തൊട്ട് തന്നെ പൊളിച്ച് മാറ്റി. യെസ് എന്തായാലും നമ്മുടെ പുറകെ. ഇനി ഞാൻ തിരിഞ്ഞു നോക്കണില്ല ഗൈസ്. തിരിഞ്ഞു നോക്കുവാണെങ്കിലാണ് നമുക്ക് പണി കിട്ടണത്. ഞാൻ നേരെ എന്തായാലും വിട്ടടിച്ച് പോവാണ്. ഈ വഴിയാണ്. അല്ല ഈ വഴി. സ്കാൻ ചെയ്യണം. കൈ സ്കാൻ ചെയ്യണം. ഓക്കെ എന്നിട്ട് ഈ വഴിയല്ല, ഈ വഴിയാണ് ഗൈസ്. ഇത് കേൾക്കട്ടെ. ഇടവഴി ഉണ്ടായി. എന്നിട്ട് ഈ വഴി ഇങ്ങോട്ടോട് പോണ്ടേ. ഇങ്ങോട്ടോട് പോണ്ടേ. ഇത് കേൾക്കണ വേറെ വഴിയുണ്ടാ. ഗൈസ് ഉണ്ട്. ഞാനെന്തായാലും തിരിഞ്ഞു നോക്കൂല കേട്ടോ. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഹഗ്ഗി എന്നെ പിടിക്കും. അമ്മോ ഗൈസ്, വേറെ ഏതോ വെന്റിന്റെ ഉള്ളിൽ കേട്ടിട്ട് നമ്മൾ കയറി വേറെ ഏതോ സ്ഥലത്ത് എത്തിയിട്ടാ. വെന്റിന്റെ ഉള്ളിൽ കേട്ടി നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. തുടക്കത്തിന്റെ സീന് വേറെ ഏതോ വഴി എത്തി ഗൈസ്. എനിക്കൊന്നും കാണാൻ പറ്റില്ല. അമ്പോ ഗൈസ്, നമ്മുടെ തലയിടിച്ച് ചെറുതായിട്ട് ബോധം പോയല്ലോ എനിക്ക് തോന്നണ്ട്. പക്ഷെ രക്ഷപ്പെട്ട്. കുഴപ്പമില്ല. സേഫാ. എടാ ഇതേ സ്ഥലമാണ് ഗൈസ്. നമ്മൾ ചാപ്റ്റർ 3 കണ്ട അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. അവിടെയായിട്ട് വേറെ ഏതൊരു വീടുണ്ടല്ലോ. നമുക്ക് മേ ബി അങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമായിരിക്കും. അറിയാൻ പാടില്ല ഗൈസ്. ഈ വഴി എന്താണ് നമുക്ക് ആടി അപ്പുറത്തേട്ട് പോകണം. യെസ്, ഇതൊക്കെ നമുക്കറിയാം ഗൈസ്. ഒരു കൊല്ലായാലും നമ്മൾ കളിച്ചിട്ട് അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഇതെന്താണ്? ഇതൊക്കെ നമുക്ക് ഇതൊക്കെ എന്തോ നമുക്ക് മാറ്റാനുള്ളതാണ്. ഇവിടെ എന്തോ പസിലുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. മാറിക്കോ. ഇത് കേൾക്കണ ഒരു വഴിയുണ്ടല്ലോ. ഇല്ലേ? ഗൈസ്, എനിക്കൊന്ന് ലെറ്റർ കിട്ടി. എനിക്കെന്തോ സാധനം കിട്ടി. ലെറ്ററാണ് എന്താണ്? എനിക്ക് എന്തോ കിട്ടി ഇവിടുന്ന്. എന്താന്ന് പക്ഷെ ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടൊന്നുമില്ലടാ. നമുക്ക് ഇങ്ങോട്ടായിട്ട് പോകണ്ടേ. ഇവിടെ എന്തെങ്കിലും ഗൈസ്, ന്യൂ ഒബ്ജക്റ്റീവ്, ഫൈൻഡ് എ വേ ഔട്ട്. ഗൈസ്, നമുക്ക് മെയിലിട്ടാണ് പോകണ്ടേ. അറിയാൻ പാടില്ല. നമുക്ക് ഇവിടുന്ന് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും ഗൈസ്. ഇത് മാറ്റാൻ കുറച്ച് പാടാലോ. ഇവിടുന്ന് എന്തോ ഫൈൻഡ് വേ ഔട്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഇവിടുന്ന് പുറത്തേട്ട് പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും. ഇതിക്കേക്കൂടെ ഒരു വഴി ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതി. മേളിലേട്ടല്ല പോകണ്ടേന്ന് തോന്നുന്നൂല്ലേ. പക്ഷെ ഈ സാധനം നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുണ്ടല്ലോടാ. അപ്പൊ ഡ്രോപ്പ് ചെയ്യാനുള്ള സംഗതി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവട്ടാ. നമുക്ക് കണ്ടുപിടിക്കണം. ഇത് വലുതാണ്. അമ്പോ ഗൈസ്, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തായിട്ട് പോകണം തന്നെയാണ് എനിക്ക് തോന്നണേ. അല്ലേ? അതേടാ, ഈ വഴി കയറാനുണ്ടാ. ഈ ചെറിയ സാധനം എടുത്ത് നോക്കാം. ഇതാകുമ്പോ വലിയ പ്രശ്നമില്ല ഗൈസ്. യെസ് ഗൈസ്, ഇതിന്റെ മേലോട്ട് കയറാനായിട്ടുള്ള പെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടാ, ഇങ്ങോട്ട് ഞാൻ കയറി. ഇവിടെ എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അല്ലേ? ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് എന്തോ പെട്ടികളൊക്കെ മാറ്റാനുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇവിടെ ഞാൻ വിചാരിച്ച ഇവിടെ വെളിച്ചം കണ്ടല്ലോ ഗൈസ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് കേക്കട വഴി ഉണ്ടാ. ഇത് കേക്കട ഒമ്മേ ഗൈസ്, ഇത് കേക്കട തന്നെയാ പോണ്ടേന്ന് തോന്നുന്നു. ഇത് നമ്മൾ തുറക്കണം. ഗൈസ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലടാ, ഐ ആം സോ ബ്രില്യന്റ് ഗൈസ്. ഇനി നമ്മള് ഇതിന്റെ മേലിട്ട് ചാടുക, ഇതിന്റെ മേലിട്ട് കയറുക, ഇങ്ങോട്ട് കയറുക. കണ്ണൊന്നും കാണാൻ പറ്റാള. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ വിളിച്ചുണ്ട്. ഇപ്പൊ വലിയ പ്രശ്നമില്ല. അമ്പോ ഇതുപോലെ ഒന്ന് പേടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ഇനി കുഴപ്പമില്ല ഗൈസ്. എന്റെ അമ്മോ ഗൈസ്, അവൻ നമ്മൾ ചേസ് ചെയ്ത് ഇപ്പോഴും വരണ്ട് കേട്ടാ. നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവൻ. ഏത് വഴി പോണ്ടേ? ഈ വഴിയാണോ പോണ്ടേ? ഗൈസ്, അവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുണ്ട്. സ്കാൻ ചെയ്യാൻ പെട്ടെന്ന്. ഇവിടെ നിൽക്കുവാണി പുറകോസായിട്ട് പോവാണ്. ഇവിടെ സ്കാൻ ചെയ്യാനുണ്ട് ഗൈസ്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണേ ഗൈസ്. ഹഗ്ഗി വക്കി. അമ്മോ ഗൈസ്, കറക്റ്റ് സമയത്ത് ചാടിപ്പറക്കണത്. ഹഗ്ഗി വക്കി ചാടില്ലല്ലോ. ഗൈസ്, ഹഗ്ഗി വക്കിന് നോക്കിയേ. എന്റെ അമ്മോ, കറക്റ്റ് സമയത്ത് സാധനത്തിന് പിടിച്ച് ഇങ്ങോട്ട് ചാടിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടാ.
അലിമണി വാളിയനെ. ഓ ഗൈസ് ഇവിടുത്തെ സയന്റിസ്റ്റുകളുടെ മറ്റേ ഡ്രസ്സല്ലേ കിടക്കണേ. ഇവയ്ക്ക് എങ്ങനെ ഇങ്ങോട്ട് വരും അറിയാൻ പാടില്ല. ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിക്കേക്കടെ വഴിയിലാണ്, നമുക്ക് ഇതിക്കേക്കടെ തന്നെയാണ് അപ്പൊ പോണ്ടേ. ഓ ഗൈസ് ഇവിടെ ക്ലോസ് ആയി. എന്തെങ്കിലുമൊക്കെ പോകുമെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റൂല്ല ഗൈസ്. ഓ ഇത് മറ്റേ സയന്റിസ്റ്റുകൾ സ്കാൻ ചെയ്യുന്ന സ്ഥലമല്ലേ. കീടാണുകളൊക്കെ പോകാൻ വേണ്ടി വെള്ളം അടിപ്പിക്കുകയാണ് നമുക്ക്. എന്നിട്ട് ഇത് ഇപ്പൊ തന്നെ സ്കാൻ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഈ ഡോർ ഓപ്പൺ ആവും. നമ്മുടെ കൈ അറിയാല ഗൈസ്, വെപ്പ് കൈയാണ്. നമ്മുടെ കൈ പോയിട്ട് നമുക്ക് വേറെ കൈ വച്ച് തന്നേക്കണെയാണ്. അതൊക്കെ ചാപ്റ്റർ ഫസ്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഗൈസ്. ഇവിടെ മൊത്തം തീയാലോ. എടാ ഈ തീക്കേക്കടെ താഴത്തേക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നല്ല. ഇവിടെ നമുക്ക് എന്തോ ലിവർ തിരിക്കാനുണ്ട്. തിരിച്ച് ആ തീ കെട്ട് തീ കെട്ടടാ. ലിവർ തിരിച്ചപ്പോ അത്രേ ഉള്ളൂ. നമുക്ക് എങ്ങോട്ട് പോണ്ടേ? ആ വഴിക്കേക്കാണ് പോണ്ടേന്ന് തോന്നുന്നു. ഇവിടെ ഒരു ലിവർ തിരിക്കാനുണ്ട്. തിരിക്ക്. എടാ തിരിയല്ലടാ, അത് തിരിയല്ല ഗൈസ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഓ മനോ അതവിടെ തിരിയല്ലാട്ടാ ഗൈസ്. ഇതിവിടെ തിരിയളത്ത് എന്താണ്? എടാ ഇത് ഗെയിം ഗ്ലിച്ചാണ്. ആ ഇപ്പൊ തിരിയണ്ട്. ഇപ്പൊ പച്ചയായി. ഇനിയിപ്പൊ അവിടത്തെ സാധനം മാറുമായിരിക്കും ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി പോണം. അമ്പോ അഗിവകി ഗൈസ്, അഗിവകി വന്നു. അമ്പോ ഗൈസ് അഗിവകി വന്നു. ഓ ഈ വഴിയാണ് നമുക്ക് പോകണ്ടേ. ഗൈസ് ഇവിടെ ആരാണ് ഗൈസ്? അവിടെ ആരും ഞാൻ കണ്ട്. അവിടെ വേറെ ആരും ഞാൻ കണ്ട്. അമ്പു 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 ഗൈസ് ഞാൻ ലിഫ്റ്റിന്റെ ഉള്ളിലാണ് കയറിയെന്ന് തോന്നുന്നു. ഏത് ലിഫ്റ്റിന്റെ ഉള്ളിൽ ഞാൻ കയറി. എന്റെ അമ്മോ ഗൈസ് അവിടെ എന്തോ സീനുണ്ടായി ഗൈസ്. അപ്പുറം ഞാൻ വേറെ ആരോ കണ്ടടാ ഗൈസ്. ഇവിടെ ഞാൻ ഏതെങ്കിലും സ്വിച്ച് വെക്കണ എങ്ങോട്ടെങ്കിലും പോ ഗൈസ്. അപ്പുറം ഞാൻ വേറെ ആരോ കണ്ടാ. അമ്പോ ഗൈസ് കൈയിട്ട് നോക്കണേ ഗൈസ്. അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നോക്കുക. എടാ ലിഫ്റ്റ് എവിടെ എവിടെയെങ്കിലും എത്തണ. അമ്പോ അയ്യോ ഗൈസ് ഇവിടുത്തെ കേക്കടി ഇരിക്കും കേട്ടോ. അയ്യോ ഗൈസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യാ ഗൈസ്? ഇവിടെ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ കറക്റ്റ് ഇവിടെ ഇരിക്കും. അമ്പോ ഗൈസ് എടാ ഇവിടെ നമ്മൾ എന്താ ചെയ്യാ? ഓനോ ഗൈസ് ഇവിടെ നമ്മൾ ഇങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് തോന്നണേ ഗൈസ്. ഈ ലിഫ്റ്റ് എവിടേക്ക്? ഓ എവിടെ എത്തി? സ്കാൻ ചെയ്ത് ഓനോ അയ്യോ ലിഫ്റ്റ് കേടാ. നമ്മള് ഹഗ്ഗി നമ്മുടെ കൈ എടുത്തോണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നണേ. ഞാനിപ്പോ നമ്മുടെ കൈയുടെ കേസ് പറഞ്ഞോളൂ ഗൈസ്. ഓടാ ഇൻട്രൊഡക്ഷൻ തന്നെ സീനാണ് കേട്ടോ. ഹഗ്ഗി വന്നിട്ട് ചാപ്റ്റർ 5 ബ്രോക്കൺ തിങ്സ്. എന്റെ അമ്മോ ഗൈസ് ഹഗ്ഗി നമ്മൾ കൈ എടുത്തോണ്ട് പോയി എന്നാ തോന്നണേ. സീനാണ് ഗൈസ്. വിഷയാണേ. ഇനി എന്തൊക്കെ സംഭവിക്കൂടാ തമ്പുരാനറിയാ. എന്താ ഗൈസ് അവിടെ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടാ. നമ്മളിത് ഗൈസ് മേലിന്ന് താഴെ വീണു ഗൈസ്. ഇപ്പൊ കണ്ട നമുക്ക് കൈയില്ല ഗൈസ്. ഹഗ്ഗി നമ്മുടെ കൈ പിടിച്ചോണ്ട് പോയിടാ. പറിച്ചെടുത്തോണ്ട് പോയി. ഇതാരാണ്? മൈ നെയിം ഈസ് ഓക്കെ. ഇവന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇവിടെ ഉള്ള കിഡ്സിനെ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യണ ആളാന്നൊക്കെ ആയിട്ട് പറഞ്ഞേക്കണേ. ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. ഈ ഡോറ് തുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഓ ഗൈസ് നമ്മുടെ കയ്യില്ല കേട്ടോ. ഇപ്പൊ ആരെങ്കിലും നമ്മൾ പിടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ വെടി തീർന്നു. ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഇതിനകത്തുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അറിയാൻ പാടില്ല. ഇപ്പൊ ആരെങ്കിലും നമ്മൾ പിടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ തീർന്നു ഗൈസ്. കാരണം നമ്മുടെ കയ്യിൽ കയ്യില്ലല്ലോടാ. എവിടെയെങ്കിലും സ്കാൻ ചെയ്ത് നോക്കാനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ കയ്യില്ല. ഈ വഴിയാണ് പോകേണ്ടത്. അതെ ഈ വഴി തന്നെ. എത്തി ഗൈസ് വേറെ ഏതൊരു സ്ഥലത്തെത്തി. ടേൺ ഓൺ ദി ലൈറ്റ്സ് ടു നാവിഗേറ്റ് ദി ഏരിയ. ഓക്കെ നമ്മളിവിടുത്തെ ലൈറ്റ് ഓൺ ആക്കണം. ഓണാക്കിയിട്ടുണ്ട്. മുഖത്തേട്ടല്ല ലൈറ്റ് അടിച്ചേക്കണത്. നാവിഗേറ്റ് ദി ഏരിയ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യണ്ടേ? ഓ ഇവിടുത്തെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഇതേത് സ്ഥലമാണ് അറിയാൻ പാടില്ല ഗൈസ്. നമ്മൾ തിരിച്ചു പോണാ. ഓ ഗൈസ് ഇത് കേൾക്കണ എന്തോ സാധനം നടന്നുപോയി. എനിക്ക് തോന്നിയാവുന്നു ഗൈസ് നമ്മൾ തിരിച്ചു പോണാർന്നെന്ന്. ഓ ഗൈസ് അത് കേൾക്കണ ആരും നടന്നുപോയി ഗൈസ്. ഇതെന്ത് സാധനമാണത്? അമ്പോ ഗൈസ് ഇതുവഴി പോണ്ടേ. ഈ ലൈറ്റ് ഓൺ ആക്കണം ഗൈസ്. ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ നാവിഗേറ്റ് ഏരിയ ഈ വഴിക്കൊക്കെ പോകണം. ഈ ഡോർ തുറക്കടാ. ഓക്കെ ഈ ഡോർ തുറന്ന് ഇവിടെ എന്തോ സ്വിച്ച് ഉണ്ട്. സ്വിച്ചിലേക്ക് ഇട്ടൊന്നും വർക്കാവുള്ളല്ല ഗൈസ്. സ്വിച്ചിലേക്ക് ഇട്ടൊന്നും വർക്കാവുള്ള. ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തോ സ്റ്റാറാ എന്തോ കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പുറത്തേക്കിട്ട് വേറൊരു ഡോർ ഉണ്ട്. ഇതേ സ്ഥലമാണ്. ഓ ഇവിടെ ഗൈസ് എന്തൊക്കെയോ വിഷയമുണ്ട് ഗൈസ്. നീ കണ്ട ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഈ ഡോർ തുറക്കാൻ പറ്റുള്ള. ഈ വഴി നമ്മൾ പോണം ഗൈസ്. ഞാൻ ഏതൊക്കെ വഴി പോണെന്ന് എനിക്കൊന്നും മനസ്സിലാവുള്ള കേട്ടോ. എനിക്ക് കണ്ണ് കാണാൻ പറ്റുള്ള ഗൈസ്. ഇവിടെ വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട്. ഗൈസ് ആരാണ് സംസാരിക്കണേ?
താഴെ ഔട്ടിമൽ എന്ന് പറഞ്ഞ സാധനാണ്. ആരാണിത്? മോളിന്ന് ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നോ വേ ഗൈസ്. ചാടി ഇപ്പുറത്തേട്ട് കിടന്നിട്ടുണ്ട്. ഈ വഴിയാണ് പോകണ്ടേ? അതെ അതെ ഈ വഴിയാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ലൈറ്റ് ഒന്നും കാണാനില്ല. ഇവിടുന്ന് താഴത്തേട്ട് കിടക്കണ ഗൈസ്. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോകണ്ടേന്ന്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഗൈസ് പോണത്? ഗൈസ് ഗെയിമിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിടാം. നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ശരിക്കും കൂട്ടിയിട്ട് ഗൈസ്. ഇപ്പൊ അത്യാവശ്യം വെളിച്ചം വന്നു. ഓമ്മി ഇപ്പൊ അത്യാവശ്യം വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടാ ഗൈസ്. ഞാൻ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഔട്ടിമൽ എന്നൊരു സാധനം ഉണ്ടല്ലോ ഗൈസ്. നമ്മളിവിടെ വരാൻ നേരത്തുണ്ടല്ലോ മോളിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജഡ്ജ് പറയുന്നത് മോളിൽ ആരും ഇല്ലെന്നാണ്. ജഡ്ജിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ പറയുന്നുണ്ട്. ജഡ്ജ് ആരാണ് ഗൈസ് അറിയാൻ പാടില്ല. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ഇത് കുറയ്ക്കാലേ. നമുക്ക് പകുതിയാക്കാം ഗൈസ്. ഒരു ഇത്രയും കിടക്കട്ടെ. ഓ ഗൈസ് വ്യത്യാസം കണ്ട. ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഗെയിമിന് എന്നാലാണ് ഒരു വൈബ് ഉള്ളൂ. താഴത്തേട്ട് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും എനിക്കൊന്നും കണ്ണ് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്തോ ചെയ്യണം എന്നാലും ഗൈസ് എനിക്ക് തോന്നണേ. ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഓ ഈ ഡോർ തുറന്നല്ലേ ഗൈസ്. ഇത് കേൾക്കണം. മറ്റേ ഔട്ടിമലുണ്ട്. ഔട്ടിമൽ എന്ന് സാധനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് കേട്ടാ. വിഷയാവുമെന്ന് എനിക്കറിയില്ല. ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. ഓ ഇവിടെ നമുക്ക് വെളിച്ചം വരുത്തണം. വെളിച്ചം വരുത്തണം. Turn on the lights to navigate the area. Find a way to reach the key card. Key card. അയ്യോ ഗൈസ് കീ കാർഡല്ല കീ. ഇതിന്റെ ഉള്ളിൽ കീ ഉണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിലിട്ടാണ് കയറേണ്ടത്. എങ്ങനെയാണ് കയറേണ്ടതെന്ന് എനിക്കല്ലോ. ഇവിടെ എന്തോ സാധനം കിടക്കണല്ലോ. ഒന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല കേട്ടാ ഗൈസ്. ഇതെന്താണ് ജെല്ലി പോലത്തെ എന്തോ സാധനം അറിയാൻ പാടില്ല. ഇതിന്റെ ഉള്ളിലേക്കടെ കയറി പോണോ ഗൈസ്? ഇതിന്റെ ഉള്ളിലേക്കടെ തന്നെയാണ് കയറി പോകേണ്ടത്. വേറെ വഴിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നണേ. അമ്പോ ഗൈസ് ഞാൻ ഇപ്പുറത്തേട്ട് എത്തിയല്ലോ ഗൈസ്. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഗാമ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടാ. ഇത് ഫുൾ ഇടുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ ഡോർ തുറക്കാൻ പറ്റുമോ? നോ. ഈ വഴി ലൈറ്റ് തുറക്കണം. ലൈറ്റ് ഇട്ടു. ഓ മൈ ഗോഡ്. യെസ് കമോൺ. കറക്റ്റാ. നമ്മൾ വന്ന വഴിയൊക്കെ കറക്റ്റാ. ഇവിടെ നമുക്ക് ലൈറ്റ് ഇടാനുണ്ട്. യെസ് ലൈറ്റ് ഇടാൻ നേരത്ത് ഈ ഔട്ടിമലിന് ലൈറ്റ് പറ്റില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഔട്ടിമലിൽ ലൈറ്റ് ഇടാൻ നേരത്ത് ഓടിപ്പോണ്ട്. ഈ ഡോർ തുറന്നു. ഈ ഡോർ തുറക്കാൻ പറ്റുള്ള കേട്ടാ. ഔട്ടിമലുണ്ടല്ലോ ഗൈസ് ലൈറ്റ് ഒട്ടും പറ്റുള്ള. അമ്പോ ഗൈസ് ഇവിടെ ഔട്ടിമലുണ്ടല്ലോ. പക്ഷെ ഇവിടെ ലൈറ്റ് ഇടാനുള്ളത്. അമ്പോ ഗൈസ് നമ്മൾ പിടിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഇവിടെ ഇട്ട് ഇതിന്റെ അകത്ത് ലൈറ്റ് ഇടാനുള്ള സംഗതി ഉണ്ട്. ഓ ലൈറ്റ് ഇട്ട് എടാ നമുക്ക് ഈ വഴി ചാടി വരണായിരുന്നല്ലേ ഗൈസ്. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഡോറാണ് നമുക്ക് തുറക്കേണ്ടത്. എനിക്ക് തോന്നി ഇങ്ങനെ തന്നെയായിരിക്കുന്നത്. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. നമുക്കിനി ഈ വഴിക്കേക്ക് കയറി പോകണ്ടേ ഗൈസ്. ഇവിടെ വേറെ ഡോൾസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഫാക്ടറിയുടെ സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണത്. ഔട്ടിമൽ ഗൈസ്. ഇവിടെയുള്ള പാവകളൊക്കെ അറിയാലോ ഗൈസ്. ചെറിയ കുട്ടികളെ സയന്റിസ്റ്റുകൾ പരീക്ഷണം ചെയ്ത് ഇതുപോലെ ആക്കിയതാണ്. ഞാൻ വേറെ ഏതൊരു സ്ഥലത്തെത്തി ഗൈസ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഫൈൻഡ് യുവർ ഓണാ ഗൈസ്. എനിക്ക് എന്തോ സാധനം കിട്ടി. ഔട്ടിമലിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഈ വഴിയാണ് നമുക്ക് പോകണ്ടേന്ന് തോന്നുന്നു. ഓ ലൈറ്റ് ഇടാനുണ്ട്. ആ ലൈറ്റ് ഇട്ട് അവൻ ഓടിപ്പോയിട്ടാ. ഔട്ടിമൽ ഓടിപ്പോയി ഗൈസ്. ഇവിടെ ഉണ്ട് ഔട്ടിമൽ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മേത്ത് കയറി നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഞാൻ ഈ വഴി മേളിക്കാട് കയറി പോവാട്ടാ. ഞാൻ സ്ട്രാറ്റജിക്കൽ ബ്രില്യന്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അറിയാല. ഇവിടെ നമുക്ക് ലൈറ്റ് എവിടെ ഓണാക്കാനുള്ള. ഇവിടെ ഓണാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അയ്യോ ഗൈസ് ഇത് കണ്ടാ. ഇവിടെ കൊളത്തിയിട്ടേക്കണടാ എന്റെ അമ്മേ. ഓ മൈ ഗോഡ് ഗൈസ്. ഓ നോ ഗൈസ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ എന്തോ എടുക്കാനുണ്ടല്ലോ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്താന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇവിടെ എന്താടാ ചെയ്യണ്ടേ? ഓ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ട് ഓ ഇത് തുറന്നപ്പോ നമുക്ക് ഇനി സ്വിച്ചിലേക്കാൻ പറ്റി. ആ സാധനം താഴ്ത്തിട്ട് ചാടി ഗൈസ്. ഓ ഫ്ലാഷ് ലൈറ്റ്. യോ ഗൈസ് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് കിട്ടി. ഓക്കെ ഫ്ലാഷ് ലൈറ്റ് കിട്ടി. ഇനി നമുക്ക് ലൈറ്റിന്റെ വേറെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തുറക്കാൻ പറ്റുള്ള ഗൈസ്. ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഏത് വഴിക്കേക്കിടെ പോകണ്ടേ? അത് നമുക്ക് തുറക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഫ്ലാഷ് ലൈറ്റിൽ നമുക്ക് സിഗ്നൽ തരുന്ന തോന്നണേ. ഇത് കണ്ട ഇങ്ങോട്ടും നമ്മ സൂര്യന്റെ ചിഹ്നം. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോണ്ടല്ലോ വേറെ സംഗതിയൊക്കെ ആയി. എനിക്കറിയാൻ പാടില്ല എന്താന്ന്. കണ്ട ഗൈസ്. ഔട്ടിമലൊക്കെ ഇപ്പൊ നമ്മളെ കാണുമ്പോ ഓടിപ്പോവും. കാരണം ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോടാ. നമ്മുടെ വേറെ ലൈറ്റ്. ഓ ദേ കണ്ട ഔട്ടിമലൊക്കെ നമ്മളെ കണ്ട് ഓടിപ്പോയി. എടാ ഇത് ഏത് വഴിയാണ് ഇത് പോണേ? ഇവിടെ ആയിട്ട് എന്തോ ഉണ്ടല്ലോ ഗൈസ്. എന്തോ ലെറ്ററൊക്കെ കിട്ടി. പക്ഷെ ഇത് ഓപ്പൺ ആവണില്ല. ഓ ഗൈസ് നമുക്ക് വേറെ ലൈറ്റ് ഒക്കെ അടിക്കാൻ പറ്റൂട്ടോ. ഇതെന്തോ. ഓ നോ ഗൈസ്. ഓ എടാ നമ്മൾ ഈ ബാക്ക് ലൈറ്റ് ഇടാൻ നേരത്തുണ്ടല്ലോ
ഇവിടുന്ന് നമുക്ക് എന്തോ സിഗ്നലും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടേ. ഞാൻ വന്ന വഴി തിരിച്ചു പോകണം. നമുക്ക് ഇതിലേക്ക് കൂടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഈ വഴിയാണ് പോകണ്ടേന്ന് പറഞ്ഞുകൊണ്ട്. ഗൈസ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടാ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കണ്ട. ഈ വഴിയോ പോകണ്ടേന്ന് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വഴി നമ്മൾ പോണെന്ന്. പോവാം. ഗൈസ് കണ്ട, ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഓ നമ്മൾ മറ്റേത് വിളിക്കണല്ലോ. അപ്പൊ മറ്റേത് വിളിക്കണം ഗൈസ്. പോടാ ഈ വഴിയിൽ നമുക്ക് പോകണ്ടേ. അതെ ഗൈസ്, ഈ വഴി തന്നെയാണ് നമുക്ക് പോകണ്ടേ. ഇവിടെ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊക്കെ പോട്ടെ. ഏത് വഴിയാ ഈ വഴി? ഇത് ഓപ്പൺ ആവണില്ലല്ലോ. അത് നേരെ സ്ട്രെയിറ്റ് പോണ. ഇവിടെ വഴി കാണിച്ചിട്ടുണ്ടാ. വഴി കാണിച്ചിട്ടുണ്ട് ഗൈസ്. വഴി കാണിച്ചിട്ടുണ്ട്. ഓ ഗൈസ് വഴി കാണിച്ചിട്ടുണ്ട്. ഈ വഴി നമ്മൾ അപ്പുറത്തേട്ട് കിടക്കണം. ഓടറാ എല്ലാം ഓടറാ. ഇത് നമ്മൾ എങ്ങോട്ടാ വേണ്ട? ഈ വഴി ഗൈസ്, ഈ വഴി. ഓ മൈ ഗോഡ് ഗൈസ്, ഇങ്ങോട്ട് കയറണ. ഇങ്ങോട്ട് ഞാൻ കയറി. ഈ വഴി വല്ലതാണ് നമ്മൾ വന്നേ. ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഓ ഗൈസ് ഡിസ്ക് കിട്ടി. എന്തിനോ ഡിസ്ക് കിട്ടി. എന്താന്നറിയാൻ പാടില്ല. ഇപ്പൊ സംസാരിക്കും. അത് എന്തോ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നോ, ഇതെന്തിന്റെ ഇതാ? കീപ് ലുക്കിംഗ് ഗൈസ്. നമുക്ക് കറക്റ്റ് വഴി ഈ വഴി തന്നെ പോകണ്ടെന്നാണ് എനിക്ക് തോന്നണേ. കുനിഞ്ഞു. ഐ തിങ്ക് ദേ ആർ ഗോൺ. ആരെ കുറിച്ച് എന്തോ പറയണ്ട് ഗൈസ്. കിസ്സി, ഇത് ഗൈസ് പോപ്പി. കിസ്സി, അവർ ഫ്രണ്ട്സ് ദേ ആർ ഗോൺ ടു എന്ന് പറഞ്ഞത്. കിസ്സി മിസ്സി അപ്പൊ വിഷമിക്കുകയാണ്. ഓ ഗൈസ്, ഇത് പണ്ടത്തെ നേരത്തെയാന്ന് തോന്നുന്നു. ഇത് നേരത്തെയാണ് ഗൈസ്. നേരത്തെ സൗണ്ടിന്റെ ഡിസ്ക് ആണ്. വി നീഡ് ടു കോൾ ഒല്ലീനെ അറിയാലോ ഗൈസ്. ഒല്ലി എന്ന് പറഞ്ഞ ചാപ്റ്റർ 4 നമ്മളെ പറ്റിച്ചത് പ്രോട്ടോടൈപ്പ് തന്നെയാർന്ന്. കണ്ടോ, ഇത് നമ്മുടെ പോപ്പിയുടെ കേട്ടോ ഗൈസ്. പോപ്പിയുടെ സൗണ്ടാണ് ഇത്. കറക്റ്റ് വഴിയല്ലടാ. കറക്റ്റ് വഴിയല്ലേ? ഇത് വഴിയുള്ളൂ ഗൈസ്. കണ്ട ഗൈസ്, കിസ്സി മറ്റേ പോപ്പി ഫ്രണ്ട്സ് ആട്ടാ. ഭയങ്കര കിസ്മിസ് ഇല്ല ഗൈസ്. കിസ്മിസ് അത് തന്നെ ഗൈസ്. കിസ്മിസ് ജീവനോട് ഉണ്ടോന്ന് അറിയാൻ പാടില്ല ഗൈസ്. കിസ്മിസ് അവിടെ ബോംബ് പൊട്ടി തെറിച്ചല്ലോ. നമ്മുടെ പ്രോട്ടോടൈപ്പ് അവസാനം വരുന്നു പറഞ്ഞപ്പോ. എന്നിട്ട് കിസ്മിസിന്റെ ഒരു കൈ പോയായിരുന്നു. ഇനി പ്രോട്ടോടൈപ്പ് ഒന്ന് കിസ്മിസിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടോന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കണം ഗൈസ്. ഇനി എന്താവും അറിയാൻ പാടില്ല. ഗൈസ് ഇങ്ങോട്ട് തന്നെയാണോ വരണ്ടേ? അതെ ഗൈസ് ഇങ്ങോട്ടാ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വാടാ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കീ ഇതിന്റെ ഉള്ളിലാണാ? ഓ ഗൈസ് കീ കിട്ടി. ഈസി ഗൈസ്, കീ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ എന്തോ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചേക്കണ്. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഗൈസ് ഇതിനെ പുറത്തിട്ട് ഇറങ്ങിട്ട് ഇനി നമ്മൾ മെയിലിട്ട് വല്ലതും പോണാ? അതേന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അല്ലെങ്കിൽ മെയിലിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ലൈറ്റ് വന്ന് നന്നായിട്ടാ. ഇതിന്റെ ഉള്ളിൽ എന്താണ് തമ്പുരാൻ അറിയാം. അല്ലാടെ ഇവിടെ വേറൊന്നുമില്ല ഗൈസ്. ഇവിടെ വേറൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ അപ്പുറം ഇന്നല്ലേ ഗൈസ് നമ്മളിത് കണ്ടേ. അതെ എന്നല്ല. ഇനി നമ്മൾ ഇതിന്റെ അപ്പുറത്തായിട്ട് എങ്ങനെ പോകാനാണ്? ഈ ഡോർ തുറക്കാൻ പറ്റും. ഓ ലെറ്റ്സ് ഗോ. കറക്റ്റാ മോനെ. നമ്മളെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഗൈസ് ചെയ്യുള്ളൂ. ഇത് തുറക്കാൻ പറ്റുള്ളല്ല. ഈ ഡോർ തുറക്കാൻ പറ്റും. ഈ വഴി എന്തെങ്കിലും ഉണ്ട്? നോ, അത് നേരെ കറക്റ്റ് എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോകണടാ. അത്രേ ഉള്ളൂ ഗൈസ്. കറക്റ്റാന്ന് തോന്നുന്നു നമ്മൾ പോണതല്ല. കമോൺ, എവിടെയൊക്കെയോ എത്തിച്ചേരുന്നുണ്ട്. കറക്റ്റാണ് ഗൈസ്. നമ്മൾ വന്ന വഴിയാണ്. ഇപ്പൊ സിഗ്നൽ ഒന്നും ഇല്ല കേട്ടാ. നമ്മൾ ആദ്യം വന്ന വഴി. ഇപ്പൊ വെളിച്ചം വന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കാണ് ഗൈസ്. എന്നാലാണ് ഗെയിമിന്റെ മൂഡ് കിട്ടുള്ളൂ. കണ്ട, ബ്രൈറ്റ്നസ് കുറച്ചപ്പോഴാണ് ആ ഗെയിമിന്റെ മൂഡ് നമുക്ക് വന്നത് അല്ലേ? അതെ, തുറന്നിട്ടുണ്ട് ഡോറ്. ഇത് ഗൈസ് ഇവിടെ എടാ മറ്റേ വഴി തന്നെ നമ്മൾ എത്തി ഗൈസ്. ഈ ഡോറാണ് നമുക്ക് തുറക്കേണ്ടത് താക്കോല് വെച്ച്. ലെറ്റ്സ് ഗോ ഗൈസ്. അതെ, എന്നിട്ട് ഇങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ. എന്റെ അമ്മയെ ഗൈസ്, ഗെയിം സേവ് ആയിട്ടുണ്ട്. ഔട്ടിമല് ഇവിടെ ഉണ്ട് കേട്ടാ. പുട്ടേ ഹോൾ ഇൻ ദിയർ നെക്കാ. നമ്മുടെ കഴുത്തിൽ നിന്ന് ഓട്ടയിടാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അയ്യോ, നമ്മുടെ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല കേട്ടാ. നമ്മൾ ഔട്ടിമലിന്റെ ഏരിയയിലിട്ടാ നമ്മൾ എത്തിയേ. എടാ ഇതെന്താണത്? ഒമ്പോ ഗൈസ്, നമ്മൾ എങ്ങോട്ടോ പിടിച്ച്. എടാ നമുക്ക് കയ്യില്ലല്ലോ ഗൈസ് ഇപ്പൊ നമുക്ക് തിരിച്ച് ആക്രമിക്കാൻ. ഗൈസ് ഗെറ്റ് ഓഫ് ഗൈസ്. ഓ ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്ന്. യു ഓൾറൈറ്റ് ഗൈസ്? ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ക്യാരക്ടർ ഗൈസ് ട്രെയിലറിൽ ഉണ്ടായിരുന്നട്ടാ. അതന്നെ നമ്മളാ. ഓ ഗൈസ്, നമുക്ക് പേരൊക്കെ ഉണ്ട്. പ്ലേ ടൈം ബുച്ചർ. പോപ്പി നമ്മുടെ പോല. നോ പോപ്പി നമ്മുടെ ഗിബ്ലെറ്റ് പോപ്പി ഗൈസ്.
Up at Safe Haven? സേഫ് ഹെവനുള്ള എല്ലാരും ഡെഡ് ആയിരുന്നു ഗൈസ് I അറിയാലോ. heard things. അപ്പോ ഗൈസ് ഇപ്പൊ സൗണ്ട് കേൾക്കണ്ട്. I got a place. Just follow me. ഓക്കെ, ഇവനെ നമ്മൾ ഫോളോ ചെയ്ത് പോകണമെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. ഇവന്റെ കയ്യിൽ ഒരു സ്ഥലം ഉണ്ടെന്ന്. എവിടെ? ആ ഇവിടെയല്ലേ. My name's Giblet. ഗിബ്ലറ്റ്. ഓക്കെ. Knew Poppy back before. ഓ ഇവന് പോപ്പീനെ അറിയാന്ന്. പൂപ്പി ഗൈസ്, നമ്മുടെ പൂപ്പി. Was she really gonna blow this place up? Her heart's always been in the right place, but that girl's been behind glass too long. അതെ, പൂപ്പി ഗ്ലാസിന്റെ ഉള്ളിലായിരുന്നു. അറിയാവുന്നല്ലോ അതൊക്കെ നമുക്ക്. നമ്മളാണ് പൂപ്പീനെ ഫ്രീ ചെയ്തത്. ഈ വഴിയാണ് നമ്മൾ പോണേ ഗിബ്ലറ്റ്. അതെ ഗൈസ്, ഒരു വെന്റിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോട്ടോ. ഗിബ്ലറ്റ് നമ്മുടെ ഒരു ഫ്രണ്ടാന്നാണ് ഗൈസ് തോന്നുന്നത്. ഗൈസ് നമ്മളെ കുറിച്ച് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ മാമിലോലെക്സിനെയും കാറ്റ്നാപ്പിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തില്ല. അപ്പൊ ഇവര് നമുക്കൊരു പേര് തന്നിട്ടുണ്ട്, പ്ലേ ടൈം ബുച്ചർ. എടാ അവൻ എന്തിയടാ? എടാ അവൻ നമ്മൾ ഒറ്റയ്ക്കാക്കിട്ട് പോയാ? ആ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ ഉണ്ട് ഗിബ്ലറ്റ്. ഇവിടെ ഉണ്ട് ഗിബ്ലറ്റ് നമ്മുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു. ഇത്തവണ നമുക്ക് കമ്പനി. ഓ നോ, ഓ ഗൈസ് റെഡ് സ്മോക്ക് ഗൈസ്, റെഡ് സ്മോക്ക് നമ്മുടെ ഒളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒളിച്ചു. ഇവിടെ എന്താണ് ഗൈസ് വിഷയം? നമ്മൾ വിളിച്ചിട്ടുണ്ട്. എടാ പ്രോട്ടോടൈപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, പ്രോട്ടോടൈപ്പ്. ഫൈനലി ഗൈസ് നമ്മൾ പ്രോട്ടോടൈപ്പിൽ കണ്ട്. റെഡ് സ്മോക്ക് കണ്ട ഗൈസ് ഫൈനലി. എടാ നമുക്ക് മൊത്തത്തിൽ പ്രോട്ടോടൈപ്പിൽ കാണാൻ പറ്റിയില്ലട്ടോ. എടാ എന്ത് വലുതാണോ പ്രോട്ടോടൈപ്പ് ഗൈസ്. ഓ കൈ ഗൈസ്, ഈ കൈ വെച്ചിട്ടാണ് മാമി ലോഗ്ലെക്സിന്റെ തല എടുത്തുകൊണ്ട് പോയത്. കാറ്റ്നാപ്പിനെ ഇങ്ങോട്ട് കുത്തിയിരുന്നത് ഗൈസ്. ഒരു ഔട്ടിമെല്ലെ കൊന്നടാ പ്രോട്ടോടൈപ്പ്. എടാ ഇതാണോ പ്രോട്ടോടൈപ്പ്? ഫൈനലി നമ്മൾ പ്രോട്ടോടൈപ്പിനെ കണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ പ്രോട്ടോടൈപ്പിനെ കണ്ട്. എടാ എന്ത് സൈസാലേ ഗൈസ്. പ്രോട്ടോടൈപ്പ് നമ്മൾ അന്വേഷിച്ച് നടക്കണമെന്ന് തോന്നുന്നു, നമ്മളെ കില്ല് ചെയ്യാൻ വേണ്ടി. പിന്നെ പൂപ്പീനെ അന്വേഷിക്കണ്ടാവും. കിസ്മിസിനെ പിടിച്ചു. ഓ മൈ ഗോഡ് ഗൈസ്, പ്രോട്ടോടൈപ്പ് വിഷയാടാ ഗൈസ്. കിസ്മിസിനെ പിടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല ഗൈസ്. പ്രോട്ടോടൈപ്പ് വിഷയാട്ടോ. എന്റെ അമ്മോ, പോയാ ശരിക്കും പോയിട്ട് ഇറങ്ങിയാ മതി ഗിബ്ലറ്റ്, അല്ലേ നമ്മുടെ വീട് തീർക്കും. ഓ പ്രോട്ടോടൈപ്പ് ഇവിടെ വരാറുണ്ടായില്ല. നീ കാരണമായിരിക്കും, നിന്നെ പിടിക്കാൻ വേണ്ടിയായിരിക്കും വന്നേന്നൊക്കെ പറയാട്ടാ. ഏത് വഴിയാ പോണ്ടേ? ഈ വഴി. എടാ ഒരു ഔട്ടിമേലെ കൊന്നടാ പ്രോട്ടോടൈപ്പ് ഇവിടെ വെച്ച്. എടാ ഗിബ്ലറ്റാ കുറച്ച് സ്പീഡിൽ നടക്ക്. അവൻ ആവശ്യമില്ലാത്തപ്പോ സ്പീഡിൽ നടത്തും. വെന്റി കേക്കട സ്പീഡിൽ നടത്തും, അവൻ പെട്ടെന്ന് പോകും. എന്നിട്ട് നമ്മൾ പറ്റിക്കും. അല്ലാത്തപ്പോ പയ്യെ നടക്കുള്ളൂ. ഗിബ്ലറ്റ് ഒരു ഔട്ടിമേലാന്ന് തോന്നുന്നു ഗൈസ്, നമ്മുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ നമ്മുടെ ഈ ചാപ്റ്ററിൽ. കുഴപ്പമില്ല. അമ്പോ ഗൈസ് ലോഡിങ് ആവണ്ടല്ല. എന്താ പറ്റുക? ഓ നമ്മൾ ഗിബ്ലറ്റിന്റെ ഏരിയയിലെത്തി. Who needs fancy murals on the wall and string lights or a barber shop or whatever? അതെ. And I got plans anyway. Okay. I'm not gonna be down here forever. ഓ ഗിബ്ലറ്റിന് എന്തോ പ്ലാൻ ഉണ്ട്. അവന് താഴെ മൊത്തത്തിൽ ഇരിക്കാനായിട്ട് പ്ലാൻ ഒന്നും ചെയ്യണില്ല. Sorry for himself. I mean, the way I see it, everything's a tragedy until it's meant to be. You think this is an accident? അതെന്താ? Down here like this? Both of us wanted to kill the prototype. Yes, അതെ. നമുക്ക് പ്രോട്ടോടൈപ്പിനെ കില്ല് ചെയ്യണം. That's where this train is headed, right? I'm not some kind of hero, but I can help you. ഓ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗിബ്ലറ്റ് പ്രോട്ടോടൈപ്പിനെ കില്ല് ചെയ്യാൻ. You're not gonna last down here with just a cheap night light. അതെ. Yeah, chirp all you want. നമുക്ക് നമ്മളെ സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ലൈറ്റ് വെച്ച് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞപ്പോ ആ ലൈറ്റിന് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അത് AI പവേഡ് ആയിട്ടുള്ള ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഗിബ്ലറ്റിന് എന്തോ പ്ലാൻ ഉണ്ട്. എന്താ ഗിബ്ലറ്റ്? ബോയിലേഴ്സ്. Lots of gear got tossed down there after it all went down. Pretty sure I saw an old grabber. Old grabber? I'll point you there. Just let me know when you caught your breath. Okay guys. അവ നമുക്ക് എന്തൊരു ഗ്രാബർ നമ്മുടെ വേറെ നമുക്ക് അവൻ കൈ സെറ്റാക്കി തരാൻ പോവാണ്. ഫൈൻഡ് എ ഗ്രാബ് പാക്ക്. അതെ ഗൈസ്, ഇവിടെ എന്തോ ഓൾഡ് എന്തോ ബോയിലർ റൂമാണ്. ഇവിടെ എന്തോ ഒരു ഗ്രാബർ ഉണ്ടെന്നാണ് ഗിബ്ലറ്റ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് എന്തായാലും ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ നമ്മുടെ പോപ്പി പ്ലേ ടൈമിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാട്ടോ ഗൈസ്. നമ്മൾ ചെറിയൊരു ഗ്ലിംസ് കണ്ടു നമ്മുടെ പ്രോട്ടോടൈപ്പിൽ. എന്ത് വലിയ സൈസല്ലേ. പിന്നെ ഇവിടുത്തെ എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായില്ല ഗൈസ്. പിന്നെ താഴെ വേറെ എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയാൻ പാടില്ല. നമ്മളെ എല്ലാവരുടെ ഗോൾ പ്രോട്ടോടൈപ്പിനെ കില്ല് ചെയ്യണമെന്നാണ്. ഗിബ്ലറ്റ് നമ്മളുണ്ടല്ലോ ഗൈസ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് നമുക്കൊരു
പിന്നെ ഇവര് നമുക്കൊരു പേര് തന്നിട്ടുണ്ട്, പ്ലേ ടൈം ബുച്ചർ. കാരണം നമ്മളിവിടെ വഗ്ഗി ആയിട്ട് ഒരു വമ്പൻ ചേസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാപ്റ്റർ 4ന്റെ എൻഡിങ് ഇട്ടല്ലോ, ഡയറക്റ്റ് അതിന്റെ എന്താണ് ഗൈസ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ 5 സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് വഗ്ഗി ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഗ്രാബ് പാക്കില്ല, നമ്മുടെ മറ്റേ 2 കൈ, ആ 2 കൈ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഇപ്പൊ നമുക്ക് കൈയില്ല. എന്നിട്ട് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടല്ലോ ഗൈസ് നമ്മുടെ പ്രോട്ടോടൈപ്പിനെ കണ്ടായിരുന്നു. മൊത്തമായിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിനെ കണ്ടില്ല, എന്നാലും ഏകദേശം ഉണ്ടല്ലോ ഗൈസ് നമ്മൾ പ്രോട്ടോടൈപ്പിനെ കണ്ടു. എന്നിട്ട് ഗിബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉണ്ടല്ലോ ഗൈസ് ടോയ് ഇല്ലേ, ഇവന്റെ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാം, നമുക്കൊരു ഗ്രാബ് ബാക്കി ഇവൻ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഗൈസ് ഇവര് നമുക്കൊരു പേരിട്ടിട്ടുണ്ട്, പ്ലേ ടൈം ബുച്ചർ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ മാമി ലോങ് ലെഗ്സിനെ എല്ലാത്തിനൊക്കെ നമ്മൾ തീർത്തില്ല, അതുകൊണ്ട് നമുക്ക് ബുച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ഗൈസ് ഒരു വിളിപ്പേര് ഇവര് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ബോയിലർ റൂമിന്റെ ഉള്ളിലായിട്ടാണ് ഗ്രാബ് പാക്ക് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ വഴിക്കേക്കാട് പോകണം. അപ്പൊ ഗൈസ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എന്തായാലും ലൈക്ക് അടിക്കുക. ഒരു 5000 ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി ഗൈസ്, പോപ്പി പ്ലേ ടൈമിന്റെ എല്ലാ വീഡിയോസും അവിടെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഈ വഴിക്കേക്കാണ് പോകേണ്ടത്. Meet me up in R&D once you got what you need. ഓക്കെ I'll get things cooking. ഓക്കെ. അപ്പൊ അവൻ സംഗതികൾ ഇതിക്കേടെ പോയാൽ മതി. ഇവിടെ ആയിട്ട് ഒരു പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, പൈപ്പ് ഇവിടെ ഉണ്ടാ. നമ്മളിവിടെ എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കണം. ഇതിക്കേക്കടെ വഴി ഇതിക്കേക്കടെ കാണിച്ചിട്ടുണ്ടല്ല, ഇതിക്കേക്കടെയാണ് ഇനി പോകണ്ടേ. ഇതിന്റെ ഇപ്പുറത്തേട്ട് പോകാൻ പറ്റുള്ളല്ല. ഇവിടെ എന്തോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തോ സാധനം എടുക്കാനുണ്ടല്ലോ. ഈ സാധനം എടുത്ത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ട് തിരിക്കണ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അറിയാൻ പാടില്ല ഗൈസ്. ഇവിടെ വേറെ വഴിയുണ്ടല്ല, ഇങ്ങോട്ട് വന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ട്. നോ ദേ ഗൈസ്, ഇവിടെ വേറെ ആരോമാർക്ക് കാണിച്ചേക്കണ് ഗൈസ്. എനിക്കിപ്പോ ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെ മൊത്തം ഇരുട്ടാണ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്, എനിക്കെന്തോ കിട്ടി. എനിക്കറിയാൻ പാടില്ല എന്തോ കിട്ടിയെന്ന്, പക്ഷെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഈ ഡോറ് ഇവിടെ തുറക്കാൻ പറ്റുള്ളടാ. നമ്മളിവിടെ വേറെ എന്തെങ്കിലും ചെയ്യണ. നോ ഗൈസ്, നമുക്ക് ഈ വഴി തന്നെയാണ് പോകേണ്ടത്. എടാ ഇതിന്റെ മേലിട്ട് എന്തോ സാധനം ഇരിക്കണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഓ ഗൈസ്, നമുക്ക് ഈ വഴിയാണ് കയറി പോകേണ്ടത്. ശേ, ഞാനിത് നോക്കിയില്ലായിരുന്നു. നമ്മൾ എന്ത് നോക്കിയാലോ നടക്കണത്. കറക്റ്റ് ആയിട്ട് ഇവിടെ വഴിയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് ഗൈസ്. സത്യം പറഞ്ഞ ടെൻഷനാണ്. ഇതിക്കേക്കടെ നടക്കുമ്പോ പല സൗണ്ടുകളൊക്കെ കേൾക്കണം. നിങ്ങൾ കണ്ടില്ലേ? ഓ ഗൈസ്, ഇത് മറ്റേ ഔട്ടിമലാണ്, അറിയാൻ പാടില്ല. എടാ കുനിഞ്ഞു പോടാ ഗൈസ്. ഇതിക്കേക്കടെ ഹഗ്ഗി കഴിഞ്ഞ് ചാടി നമ്മളെ പിടിക്കാൻ വന്നാലോ എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ട്. ഔട്ടിമല എന്ന് തോന്നുന്നില്ല അത് കേക്കടെ നടന്നു പോയത് ഗൈസ്. ബീജം ഒക്കെ മാറി വരണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല കേട്ടാ. ഈ ഡോറ് നമുക്ക് എന്തായാലും തുറക്കാൻ പറ്റില്ല. ഈ ഡോറ് എന്തായാലും നമുക്ക് തുറക്കാൻ പറ്റില്ല. ഗൈസ്, ഇതല്ലേ ബോയിലർ റൂം ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ട്. ഓ ഗൈസ്, ഇത് കേക്കടെ എന്തോ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് മേളിക്കേക്കടെ കയറി പോണത് ഈ വഴി പോണം. എന്തായാലും ഈ വഴി പോവാണ്. ഇതിന്റെ ഉള്ളിൽ ഒന്നും നമുക്ക് കാണാനില്ല കേട്ടാ. ഗൈസ്, ഇത് കേക്കടെ മേളിക്കേക്കടെ പോകാൻ പറ്റുന്ന കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴി ചാടി കയറി വേണിക്ക് ഇതിക്കേക്കടെ പോവാം. ആരുമാർക്ക് കാണിച്ച് ഈ വഴി ഞാൻ കയറിയിട്ടുണ്ട് കേട്ടാ. കറക്റ്റ് ആയിട്ട് ഇതിക്കേക്കടെ തന്നെയാണ് പോകണ്ടേന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇതിക്കേക്കടെ തന്നെയാണ് ഗൈസ് കയറിയേക്കണത്. പക്ഷെ ഇതിക്കേക്കടെ കയറിയിട്ട് ഇതിക്കേക്കടെ കയറി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തോ ഡിസ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ബോബി ബെയർ ഹഗ് എന്ന് പറഞ്ഞ ഒരാളാണിത്. അവരെ കൊന്നേക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഗൈസ്, ഗിബ്ലറ്റിന്റെ വോയിസ് ആലോ ഇത്. ഗൈസ്, നമ്മുടെ എന്തോ ബെയർ ബഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഇവിടുത്തെ മനുഷ്യന്മാരെയാണ് കൊല്ലാൻ പ്രോട്ടോടൈപ്പിന്റെ സൗണ്ട്. ഗൈസ്, പ്രോട്ടോടൈപ്പ് ഗിബ്ലറ്റ് ഒക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. നോ വേ ഗൈസ്, ഗിബ്ലറ്റും പ്രോട്ടോടൈപ്പ് ഒക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. കണ്ട ഗൈസ്, അത് കേക്കടാരും പോയി ഗൈസ്. പക്ഷെ ഗിബ്ലറ്റ് നല്ലവനാണ്. നമ്മുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടല്ലോ ഗൈസ്, ബെയർ ബഗ് എന്ന് പറഞ്ഞാൽ എന്തോ വേറൊരു ടോയ് ഉണ്ട്. അത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൊല്ലാൻ നോക്കിയപ്പോ ഗിബ്ലറ്റ് അതിനെ തടഞ്ഞ്, അതാണ് കാരണം. എന്നിട്ട് ഗിബ്ലറ്റ് കിടന്ന് കരയാണ് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് കയറണം. കണ്ട ഗിബ്ലറ്റ് കിടന്ന് കരയട്ടെ. എന്നിട്ട് ഗിബ്ലറ്റിന് അങ്ങനെ ആൾക്കാരെ കൊല്ലാനൊന്നും അങ്ങനെ താല്പര്യമില്ല ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. എനിക്കറിയാൻ പാടില്ലല്ലോ. ഇവിടെ എന്തൊക്കെയോ നമുക്ക് ചെയ്യണം എന്നാണ് തോന്നണേ. ഇവിടെ എന്തൊക്കെയോ സംഗതികളുണ്ട് ഗൈസ്. ഇത് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. നമുക്ക് ഇത് ഗ്രാബ് ബാക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്നാർന്ന് അവൻ പറഞ്ഞാർന്നത്. എന്തായാലും ഇവിടെ ഈ ലൈറ്റ് അടിച്ച് നോക്കാലോ, അപ്പൊ നമുക്ക് കറക്റ്റ് വഴി അറിയാലോ. ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. നമുക്ക് പിന്നെ എങ്ങാനും ഇങ്ങോട്ട് വരേണ്ടി വരുമായിരിക്കും. ഇപ്പൊ നമുക്ക് ആദ്യം ഗ്രാബ് ബാക്ക് ആയിരിക്കും എടുക്കേണ്ടി വരിക. പക്ഷെ ഗ്രാബ് ബാക്ക് ഇവിടെ എനിക്ക് കാണാനില്ല. ഗൈസ്, ഇവിടെ എന്തോ പോസ്റ്റർ ഉണ്ടല്ലോ. അതാണ് കറക്റ്റ് വായിക്കാനും പറ്റുള്ള. ഈ ലൈറ്റ് അടിച്ചാ പോരെ. കാൽമിനി കോർണറാ എന്താ ആർക്കറിയാം ഗൈസ്. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാ. എങ്ങോട്ട്? ഇവിടെ എന്താണ് ഇതുപോലെ കിടക്കണത്? ഇവിടെ വേറെ ഡൈനോസർ പോലത്തെ സംഭവം, പക്ഷെ അതിന്റെ വായു എന്തോ വർക്കാവുന്നുണ്ട് ഗൈസ്. അതിന്റെ കയ്യില് ഗ്രാബ് ബാക്ക്. ഇതെന്താണ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണേ?
ഗൈസ് അതിന്റെ അടുത്തായിട്ട് നമ്മൾ പോവരുതായിരുന്നു ഗൈസ്. ഡൈനോസർ ഗൈസ്, നമ്മൾ അതിന്റെ അടുത്തായിട്ട് പോവരുതായിരുന്നട്ടാ. പക്ഷെ നമ്മൾ ഗ്രാബ് ബാക്ക് കണ്ട് ഗൈസ് അവിടെ ഇരിക്കണ്ട്. എനിക്ക് തോന്നണേ നമുക്ക് ഇതിന്റെ മേളിക്കേക്കണ ഇങ്ങനെ നടന്നു പോയിട്ട് ആ ഗ്രാബ് ബാക്ക് എടുക്കാൻ പറ്റും. മേ ബി പറ്റും ഗൈസ്. ഇത് ചെയ്തു ഔട്ടിമേല് ഗൈസ് വി വിൽ ഈറ്റാ ഗൈസ്. എനിക്കിത് കിട്ടി, എനിക്കിത് കിട്ടും ഗൈസ്, എനിക്കിത് കിട്ടും. എടാ എങ്ങനെയായിട്ട് എടുക്കണേ ഗൈസ്? ഇത് എങ്ങനെ എടുക്കണം? അധികം നടന്നു പോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പുറത്തേക്കടെ വല്ല ചാടി അപ്പുറത്തേട്ട് വല്ല പോവാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഏട്ടാ. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടണം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ഓ ഞാൻ വീണ്ടും താഴെ പോയി. ഇത്തവണ ഞാൻ കറക്റ്റ് ആയിട്ട് യെസ് ഗൈസ്, ഇത്തവണ കറക്റ്റ് ആയിട്ട് ചാടിയിട്ട് ഈ സാധനം എടുത്തു. ഗ്രാബ് ബാക്കി കിട്ടി ഗൈസ്. എന്നിട്ട് നമ്മുടെ ഫൈൻഡ് എ വേ ഔട്ട്. ഈ സാധനം ഇവിടെ ഡെഡ് ആവാറായി. നമ്മുടെ ഇവിടുന്ന് പുറത്തേട്ട് പോകുന്ന ഒരു വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വഴി വരെ നമുക്ക് പുറത്തേട്ട് പോകാൻ പറ്റും. ഇല്ല, ഇപ്പുറത്തേക്കിടക്ക് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഏതെങ്കിലും വഴിയൊക്കെ നമുക്ക് തൂങ്ങി ഇപ്പുറത്തേട്ട് എല്ലാം പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇതിക്കേക്കടെ ഇതൊരു ഡോർ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും നീക്കണ? ഈ സാധനം വെച്ച് എന്തോ നീക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്. ഇത് കീറി എന്നിട്ട് നമ്മൾ വല്ല അപ്പുറത്തേട്ട് വല്ലതും പോണാ? ഇത് ഇവിടെ നമുക്ക് എന്തോ നീക്കാനുണ്ടല്ലോ ഗൈസ്. ഈ സാധനം ഇത് വെച്ച് എന്തോ കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കാനുണ്ട്. ഗൈസ് കണ്ടാ? ഇവിടെ നിന്ന് പോയാ? അതെ ഡൈനോസർ അവിടെ നിന്ന് അറിയണ്ടല്ലോ. ഇങ്ങ് വാ. നമ്മളെ അപ്പുറത്തേട്ടാണ് ഗൈസ് പോകേണ്ടത്. ഈ വഴി നടന്ന് അപ്പുറത്തേട്ട് പോണം. ഐ ആം സോ ബ്രില്യന്റ് ഗൈസ്. നമുക്ക് ഓടി ചെന്ന് ചാടി അപ്പുറത്തേട്ട് കിടക്കാൻ പറ്റും നോക്കട്ടെ. യെസ് ഗൈസ്, ഞാൻ എന്ത് മണ്ടത്തിനെ കാണിക്കണ. പയ്യെ പോയാ പോരാ, എനിക്ക് ആവേശം കുറച്ച് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് എപ്പോഴും താഴെ പോവും. പക്ഷെ കുഴപ്പമില്ല, എളുപ്പത്തിൽ തന്നെ ഇപ്പുറത്തായിട്ട് എത്താൻ പറ്റും. ഇതിക്കേക്കടെ വേറൊരു ഡോർ ഉണ്ട്. ഈ ഡോറ് അതൊന്നും തുറക്കാൻ പറ്റില്ലാട്ടാ. നമുക്ക് നേരെ ചാടിയാണ് ഗൈസ് അപ്പുറത്തേട്ട് പോകേണ്ടത്. ലെറ്റ്സ് ഗോ. തുറന്ന് ഇപ്പുറത്തിട്ടുണ്ട്. ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് മറ്റേ ലൈറ്റ് അടിക്കണല്ല. അയ്യോ ഇതെന്താണ്? ഗ്ലോബൈ എന്ന് പറഞ്ഞോണ്ട് ഇത് വെച്ചിട്ടുണ്ട്. പൈ ചാർട്ട് 75% എക്സ്പെരിമെന്റ്, 10% മീറ്റിംഗ്, 5% ബിസിനസ്, ട്രിപ്പ് 9% സ്ലീപ്പ് പ്ലസ് ഫുഡ്, 1% പേഴ്സണൽ ടൈമിംഗ്. മെയിലായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. T+RS എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല. ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ എന്തോ കോഡ് അടിക്കണം ഗൈസ്. നമ്മള് എനിക്ക് തോന്നണേ 75%, 5%, 9%, 1% ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോഡ് എങ്ങനെയായിരിക്കും വന്നത് എനിക്കറിയാൻ പാടില്ല. ഇവിടെയാണ് നമുക്ക് എന്തോ ആരോ മാർഗം കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എത്രയുണ്ട്? 75%. 4 കോഡുള്ളൂ ഗൈസ്. 4 കോഡുള്ളൂ. അറിയാൻ പാടില്ല കറക്റ്റ് ആയിട്ട്. ഇതാണ് 75% പൈ ചാർട്ട്. ഇതിപ്പോ ആക്സിഡന്റ് എന്തോ സംഭവം എന്നല്ല ഗൈസ് എനിക്ക് തോന്നണേ. എടാ ഇത് നമുക്ക് തിരിക്കണം ഗൈസ്. ഇത് നമ്മൾ തിരിക്കണായിരുന്നല്ലേ? ഇതാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ടോം, ലൂക്ക്. കോഡ് 0859 ആണെന്ന് തോന്നുന്നു അല്ലേ? 0859. ഇത് തിരിച്ചു അത് കോഡ് കിട്ടിയേ. വെറുതെ നമ്മള് കഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുന്ന് വേറൊരു കൈ കിട്ടി ഗൈസ്. വിത്ത് ദി പ്രഷർ ഹാൻഡ് അറ്റാച്ച് ടു ആൻ ഒബ്ജക്ട്, പ്രസ് ആൻഡ് ഹോൾഡ് ടു ബിൽഡ് അപ്പ് പ്രഷർ, ദെൻ റിലീസ് ടു ബിൽഡ് ദി പ്രഷർ. ഗൈസ് ഇത് നമുക്ക് ഇത് പ്രഷർ ഹാൻഡ് ആണ് നമുക്ക് കിട്ടിയേക്കണത്. ഇത് വെച്ച് എന്താ ചെയ്യാ? ഇത് വെച്ച് നമ്മള് എന്തോ പ്രഷർ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് നമ്മൾ ഫൈൻഡ് എ വേ ഔട്ട് എന്നാണ് പറഞ്ഞേക്കണേ. നമുക്കിപ്പോ വന്ന വഴി തന്നെ നേരെ തിരിച്ചു പോയാൽ മതിയാ. എനിക്ക് തോന്നുന്ന വന്ന വഴി തന്നെ തിരിച്ചു പോയാൽ മതിയായിരിക്കും ഗൈസ്. അല്ല ഇത് കേൾക്കണ ഇങ്ങോട്ട് ചാടാനായിട്ട് ഒരു ഇതുണ്ടായില്ല. എനിക്ക് തോന്നണേ ഇത് നമ്മൾ വലിച്ചെങ്ങനെ അപ്പുറത്തേട്ട് കൊണ്ടുപോകണം. കണ്ട ഗൈസ് നമുക്ക് ഇതിന്റെ അപ്പുറത്തേട്ട് പോകണം എന്നാണ് എനിക്കിത് തോന്നണേ. അല്ലെങ്കിൽ ആ സാധനം ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങോട്ട് വലിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഏട്ടാ. ഗൈസ് ഇവിടെ പച്ച കൈയാലെ കൊടുക്കണ്ടേ? പച്ച കൈ ഇല്ല. നമുക്കിത് മാറ്റാൻ പറ്റും. ചുമന്ന കൈ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എന്തോ പ്രഷർ ചെയ്യാൻ പറ്റൂലോ ഗൈസ്. എന്നിട്ട് എന്താ ചെയ്യാ ഗൈസ്? ഇതൊന്നും എനിക്ക് മനസ്സിലാവുള്ളത് എന്താ ചെയ്യാന്ന്. പ്രഷർ കൊടുത്ത് നമ്മൾ തള്ളി വിടണം. അയ്യേ അതാർന്നല്ലേ. ഗൈസ് ഇത് പ്രഷർ കൊടുത്ത് നമുക്ക് തള്ളി വിടാൻ പറ്റൂടാ. കണ്ടത് നമ്മൾ ഫുൾ പ്രഷർ കൊടുത്തിട്ട് ഒറ്റ തള്ളു. ഗൈസ് കണ്ട ഇങ്ങ അറ്റ പരിപ്പ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ വഴി ചാടി ഇങ്ങോട്ട് പോവാ. അത്രേ ഉള്ളൂ ഗൈസ്. സം ഒബ്ജക്ട്സ് ആർ ബ്രേക്കബിൾ യൂസിങ് ദ പ്രഷർ ഹാൻഡ്. എനിക്ക് തോന്നണേ ഇതാന്ന് തോന്നുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. ഇപ്പൊ കറക്റ്റ് ആയി ഗൈസ്. ഇപ്പൊ ഏകദേശം കളികളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാ. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് തമ്പുരാൻ അറിയാം ഗൈസ്. തമ്പുരാൻ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നത്. ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴത്തേട്ടായിട്ട് ഇറങ്ങുന്നുണ്ട്. ഗെയിം സേവ് ആയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നണേ. ഇവിടെ നമുക്ക് എന്ത് പ്രഷർ കൊടുക്കണ്ടല്ലോ. ഫുള്ളും കൊടുക്കണം എന്ന് തോന്നുന്നു അല്ലേ.
ഓ ഒന്നുകൂടെ നമ്മൾ മൊത്തത്തിൽ കൊടുക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ആവണില്ലല്ലടാ. ഓ ഇവിടെ 3 നമുക്ക് കൊടുക്കാനുണ്ട്. യേസ്. അടുത്തത്. ഓ നോ ഗൈസ്, ഇതെങ്ങനെയാണ് കൊടുക്കണേ? ഇത് ഇവിടെ എന്തോ കൊടുക്കാനുണ്ടല്ലോ, പ്രഷർ ഹാൻഡ്. നോ ഓപ്പൺ ആവണി.